കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ മിൽമയുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നറുനെയ്യ് ചേർക്കണതായിരിക്കും ഏറ്റവും നല്ലത്. ഡാൽഡനേക്കാളും നല്ലത് നറുനെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. സവോള, പച്ചമുളക്, പിന്നെ പുളിയില്ലാത്ത നല്ല കട്ടി തൈര് വേണം, പിന്നെ നല്ല വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഈ ഒരു നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് ബിരിയാണിയിലോട്ട് വേണ്ട മസാലക്കൂട്ടുകൾ കഴുകാനോട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പൊടികളാണ് ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ചേർക്കരുത്, അതിന് ടേസ്റ്റേ മാറും. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് വേണം കേട്ടോ. അപ്പം മുളക് പൊടി ആരും ചേർക്കരുത് കേട്ടോ, പ്രത്യേകം പറയാണ്. അങ്ങനെ നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അങ്ങനെ ഈ ഒരു നെയ്യിലോട്ടിന് ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ചെറുനാരങ്ങ നീര് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ ചെറുനാരങ്ങ നീരൊന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ചേർക്കേണ്ടത്. കാരണം പച്ചമണം മാറണവർ ഇതൊന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവോള അതിനകത്ത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾക്ക് അത് നല്ലപോലെ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ 2 ഐറ്റമാണ്, അതായത് തക്കാളി, ബിരിയാണിയുടെ മസാലക്കൂട്ടും കൂടെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി അതിൻ്റെ ഇടയിൽ കുതിർത്തി കഴുകി ഊറ്റി വെച്ചേക്കണം കേട്ടോ. അരി അതിൻ്റെ ഇടയിൽ ആ ഒരു കാര്യം ആരും വിട്ടുപോയത്. പിന്നെ ഉപ്പും ഞാൻ ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും വിട്ടുപോയത് ഞാൻ 2 സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പം എൻ്റെ കണക്കായിരിക്കും നിങ്ങളുടെ കണക്ക്. ഓരോരുത്തരും എത്രത്തോളം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള പൊടികൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടി നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ കട്ടിത്തൈരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ മസാല എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അധികം ചിക്കനൊന്നും വേണ്ട, വളരെ കുറച്ച് ചിക്കൻ മതി. ബാക്കി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ഒരു മസാലയൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തോട്ട് വെള്ളം വേണം കേട്ടോ. അപ്പം ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കണത്. അപ്പം 4 കപ്പ് വെള്ളവും ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അങ്ങനെ ഞാൻ 4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ഞാൻ അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷമല്ല ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത്. കാരണം വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുക്കർ മൂടാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് വെള്ളം തിളക്കുന്നതിന് മുമ്പ് ഞാൻ അരിയിട്ട് കൊടുത്തത്. ഇതേ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, പിന്നെ നല്ല സ്മെല്ലുമാണ്, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. അങ്ങനെ തന്നെ ബിരിയാണിയൊക്കെ ഇതേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കച്ചമ്പറും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ അപ്പുറത്തുനിന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ, അതായത് നമുക്ക് ടൈമില്ല പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി ട്രൈ